സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തിന് മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ വകുപ്പ് വിതരണം ചെയ്ത ഭക്ഷ്യക്കിറ്റിൽ ക്രമക്കേടുണ്ടെന്ന് വാർത്ത വരുന്നു. 13 ഇനത്തിൻ്റെ ഭക്ഷ്യക്കിറ്റിൽ വിതരണം ചെയ്തത് 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേര സുഗന്ധി എന്ന പേരിലുള്ള ഒരു വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചവർക്ക് പിന്നീട് ഭക്ഷ്യവിഷബാധയേറ്റു എന്ന് പരാതി വന്നിരുന്നു. വെളിച്ചെണ്ണയ്ക്ക് ഗുണനിലവാരമില്ലെന്ന പരാതി വരുന്നതോടെ ആരോഗ്യവകുപ്പ് സാമ്പിൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ കേര സുഗന്ധി. പട്ടികവർഗ വകുപ്പ് ജില്ലയിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അതിദരിദ്രർക്കായാണ് കിറ്റ് വിതരണം നടത്തിയത്. പദ്ധതിയുടെ ഭാഗമായി 9200 കിറ്റുകൾ ഇടുക്കി ജില്ലയിലെത്തിച്ചു. എന്നാൽ ഈ കിറ്റുകളിൽ ഭൂരിഭാഗവും ഉൾപ്പെട്ടിരുന്നത് 2018 ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേരസുഗന്ധി എന്ന ബ്രാൻഡിൽപ്പെട്ട എണ്ണയായിരുന്നു. കിറ്റിലുണ്ടായിരുന്ന എണ്ണ ഉപയോഗിച്ച് ചക്കയും നേന്ത്രക്കായും വറുത്ത് കഴിച്ചവർക്കാണ് അസ്വസ്ഥതയുണ്ടായത്. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ പൂച്ചപ്ര, ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ വെണ്ണിയാനി, വണ്ണപ്പുറം പഞ്ചായത്തിലെ പട്ടേക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് ശാരീരിക അസ്വസ്ഥത സംബന്ധിച്ച് റിപ്പോർട്ടുണ്ടായിട്ടുണ്ട്. എണ്ണ കഴിച്ച് കൂട്ടി കഴിഞ്ഞപ്പം വയറിളക്കം, ഛർദി, പിന്നെ ക്ഷീണം, തലയ്ക്ക് പെരുപ്പ്, നാക്കിലെ തൊലിയെല്ലാം പോയി. ഞങ്ങൾക്ക് 3 ആൾക്ക്, ഹസ്ബൻഡിനും കൊച്ചിനും ഛർദി. എണ്ണച്ചട്ടിയിൽ ഒഴിച്ചപ്പോൾ തന്നെ അതിൻ്റെ സ്മെല്ല് നമുക്ക് വെളിച്ചെണ്ണയല്ലാന്ന് മനസ്സിലായി. കഴിച്ചപ്പോൾ ഒരു വ്യത്യാസം തോന്നി, എന്നാലും കഴിച്ചു. 1.5 വയസ്സുകാരി ഉൾപ്പെടെ കൂടുതൽ ആളുകൾക്ക് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടതോടെ ആരോഗ്യവകുപ്പ് പ്രദേശത്ത് ക്യാമ്പ് നടത്തി. ITDP വഴി കിട്ടിയ കിറ്റ്, ആ കിറ്റിൽ നിന്നും കിട്ടിയ എണ്ണ അത് കഴിച്ച് ഞാനും എൻ്റെ ഊരിലുള്ള കുറേ ആളുകൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ഏതാണ്ട് 11 ഊരിൽ ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ നിന്നാണെന്ന് അറിയാം, എണ്ണയുടെ കവറിൽ എണ്ണ വരുന്ന പാക്കറ്റിൻ്റെ പുറത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് 9 അക്കമേ ഉള്ളൂ. അതാണ് ഇത് ഒരു വ്യാജനാണ് എന്നൊരു തോന്നൽ വരാൻ കാരണം. ഇതിൻ്റെ എണ്ണ നമ്മൾ തൊടുപുഴയിൽ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലും നമ്മൾ ഇതിൻ്റെ പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഭക്ഷ്യക്കിറ്റിൽ ഉൾപ്പെട്ട 1 കിലോഗ്രാം വെളിച്ചെണ്ണയുടെ കവറിൽ കമ്പനിയുടേതായി 9 അക്ക വ്യാജ മൊബൈൽ നമ്പറാണ് രേഖപ്പെടുത്തിയിരുന്നത്. ഇതിൽ നിന്ന് തന്നെ ഗുണമേന്മ പരിശോധന നടത്താതെയാണ് കിറ്റ് വിതരണം നടത്തിയതെന്ന് ഉപഭോക്താക്കൾ ആരോപിച്ചു. ഇടുക്കി ജില്ലയിലെ പട്ടേക്കുടിയിൽ വിതരണം ചെയ്ത കിറ്റിൽ നിന്നാണ് വ്യാജ കമ്പനിയുടേതെന്ന് സംശയിക്കുന്ന വെളിച്ചെണ്ണ ലഭിച്ചത്. ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസിൽ നൽകിയ പരാതിയിൽ ശാശ്വതമായ മറുപടിയും ഇവർക്ക് ലഭിച്ചിട്ടില്ല. പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്ന എണ്ണയുടെ ഫലം അടുത്ത ദിവസം തന്നെ വരും. ഗുണനിലവാരമില്ലാത്ത എണ്ണയാണ് കിറ്റിൽ ഉണ്ടായിരുന്നത് എന്ന് തെളിഞ്ഞാൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് ആദിവാസി ഏകോപന സമിതിയുടെ തീരുമാനം. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ.